നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസാക്ഷന്, ബിസിനസ്സിൻ്റെ ഒരു ട്രാൻസാക്ഷനെ എങ്ങനെ ജേർണലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് 3-ലെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, അൻവർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ഈ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ ജേർണൽ ബുക്കിലേക്ക് ആ ഒരു ട്രാൻസാക്ഷനെ ജേർണലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് അൻവർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന ഈ ട്രാൻസാക്ഷനെ അത് ക്യാഷ് ട്രാൻസാക്ഷനാണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണോ എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കും ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷനാണ്. ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അതിൽ 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിൽ 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരു ആസ്പെക്റ്റ് തീർച്ചയായിട്ടും ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് ഇതിലെ ആസ്പെക്റ്റുകൾ ഏതെല്ലാമാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസാക്ഷൻ ക്യാഷ് ആണെങ്കിൽ ഒരു ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമതായി വരുന്ന ആസ്പെക്റ്റ് ഏതാണ് എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഉടമസ്ഥനായിരിക്കും. അയാൾ സ്റ്റാർട്ട് ചെയ്തത് ക്യാഷ് കൊണ്ടാകുമ്പോൾ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷ് അയാളുടെ ക്യാപിറ്റലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ആസ്പെക്റ്റ് ഈ ട്രാൻസാക്ഷനിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തെ ആസ്പെക്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ആസ്പെക്റ്റ് വേർതിരിച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ആസ്പെക്റ്റുകളുടെ ബാലൻസ്, അല്ലെങ്കിൽ ആ ആസ്പെക്റ്റിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. ജേർണൽ ബുക്കിൻ്റെ ഒരു ചെറിയ രൂപം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ജേർണൽ ബുക്കിൽ എഴുതുമ്പോൾ ഇത് ഡെബിറ്റ് ക്രെഡിറ്റ് ഇങ്ങനെ വേർതിരിച്ച് നമ്മൾ എഴുതണം. അപ്പോൾ മൂന്നാമതായി ചെയ്യേണ്ടത് ഇതിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ഏതാണ്, അതുപോലെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഏതാണ് എന്ന് വേർതിരിക്കണം. അപ്പോൾ നോക്കാം, ഞാനിവിടെ എഴുതി ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അതിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടാണ്. എന്തുകൊണ്ടാണ് ഡെബിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട് ആയത്? ക്യാഷ് അക്കൗണ്ട് അസറ്റാണ്. ഈ അസറ്റ് കൂടുകയാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് എന്ന അസറ്റ് കൂടുകയാണ്, അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. രണ്ടാമതായിട്ടുള്ള ആസ്പെക്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്താ കാരണം? ക്യാപിറ്റൽ ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കൂടുന്നു, അതുകൊണ്ട് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും വേർതിരിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ജേർണൽ ബുക്കിലേക്ക് ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ജേർണലൈസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് കോളത്തിൽ വന്നിട്ട് ആ വർഷം എഴുതണം, മാസം എഴുതണം. ഈ ക്വസ്റ്റ്യനിൽ ഞാനതൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഡേറ്റ് കോളത്തിൽ വന്ന് 1 എന്ന ആ ഒരു ഡേറ്റാണ് ഇടുന്നത്. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഡെബിറ്റ് ആസ്പെക്റ്റിനെ ആദ്യത്തെ വരിയിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടാണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നു ക്യാഷ് അക്കൗണ്ട്. ഈ ക്യാഷ് അക്കൗണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്നാൽ പണ്ട് മുതലേ ഞങ്ങളൊക്കെ പഠിച്ചൊരു സിസ്റ്റമുണ്ട്. ആ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് പർട്ടിക്കുലർ കോളത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ DR എന്നൊരു വാക്ക് അതിന് സൂചിപ്പിക്കുക എന്നുള്ളത്. അത് നിർബന്ധമുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ പുതിയ ഫോം ഓഫ് അക്കൗണ്ടിങ്ങിൽ അത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ പഠിച്ച അതേപോലെ ഞങ്ങൾ എഴുതി വെച്ചു. എന്നിട്ട് ഈ ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ ഈ എമൗണ്ട് ഈ 50,000 അത് അതേപോലെ ഡെബിറ്റ് റുപ്പീസ് എന്നുള്ള കോളത്തിൽ കൊണ്ടുവന്ന് ചെയ്ത 50,000.
50,000. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റ് നമ്മൾ എഴുതി. അതിനുശേഷം രണ്ടാമതായി നമ്മൾ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എഴുതണം. ക്രെഡിറ്റ് ആസ്പെക്റ്റ് എഴുതുമ്പോൾ പഴയ രൂപം എന്ന് പറഞ്ഞാൽ ഈ ഡെബിറ്റ് ആസ്പെക്റ്റ് എഴുതിയതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ബാക്കി വെച്ചിട്ട് ടു എന്ന വാക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ടു എന്നിട്ട് ആ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ചെയ്ത് ടു ക്യാപിറ്റൽ അക്കൗണ്ട് അത്ര മതി. എന്നിട്ട് അതേപോലെ ആ എമൗണ്ട് അതിനും കൊടുക്കുക 50,000. ഇപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷനെ ജേണൽ ബുക്കിൽ ജേണലൈസ് ചെയ്തു. ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്. എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്നത് നമ്മളതിൻ്റെ ഒരു നരേഷനായിട്ട് കൊടുക്കുക. കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടഡ് ബിസിനസ് ഏറ്റവും സിമ്പിളായിട്ട് ശരിക്കും നരേഷൻ ബീയിങ് എന്ന വാക്ക് കൊണ്ട് ആരംഭിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ചെറുപ്പം പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രം. ഇങ്ങനെയാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷനെ നമ്മൾ ജേർണലൈസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പ്രാക്ടീസ് 3-ൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ₹5,000. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്നാണ് ആ ട്രാൻസാക്ഷൻ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. ദെൻ നമുക്ക് അറിയാം ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. രണ്ടാമതായിട്ട് അതിലെ 2 ആസ്പെക്റ്റുകൾ ഏതാണെന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. ഏതെല്ലാമാണ് ആസ്പെക്റ്റ്? ഒന്ന്, ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റാണ് ഈ ക്യാഷ് ബാങ്കിലേക്കാണ് പോയത്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ്. അതിനുശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ആസ്പെക്റ്റുകളിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പണി ഇതിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് ഏതാണ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏത് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യണം ഏത് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് ചെയ്യണം, ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. നോക്കാം. ഞാനിവിടെ ഡെബിറ്റ് ആസ്പെക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം എന്നതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അതിൻ്റെ കാരണം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് പ്രകാരം അസറ്റാണ്. ഈ അസറ്റ് കൂടുകയാണ്. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ പ്രകാരം ജേർണലൈസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? രണ്ടാമതായിട്ട് ക്യാഷ് അക്കൗണ്ടിന് ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്താ കാരണം? ക്യാഷ് അസറ്റാണ്, ഈ അസറ്റ് കുറയുന്നു. ഇങ്ങനെ 2 ആസ്പെക്റ്റിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡേറ്റ് കോളത്തിൽ 2 എന്ന് ഇടുന്നു. നേരിട്ട് ഈ ട്രാൻസാക്ഷനെ നമ്മൾ ആസ്പെക്റ്റിനെ ജേർണലൈസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഡെബിറ്റ് ആസ്പെക്റ്റാണ്. ഡെബിറ്റ് ആസ്പെക്റ്റിന് ആദ്യം എഴുതണം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് റുപ്പീസ്, എമൗണ്ട് കോളത്തിൽ വന്നിട്ട് 5,000 രൂപ. അതിനുശേഷം ഞാൻ പറഞ്ഞു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം 2 എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഏതാണോ അത് കൊടുക്കുക. ക്രെഡിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടാണ്. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വന്നിട്ട് അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ നരേഷൻ ഒന്ന് കൊടുക്കുക. എന്താണ്? ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് ഐഡിയ ഉള്ള കുട്ടികൾക്ക് എഴുതാം. അതല്ലാത്തവർ ഈ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെക്കാം. ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെയാണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലൈസ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് 3-ലെ മൂന്നാമത്തെ ട്രാൻസാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ₹1,000, 1000 രൂപ വിലയുള്ള ഗുഡ്സ് വാങ്ങിച്ചു എന്നാണ്.
ആദ്യം ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ വേർതിരിക്കണം. ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷനാണ്. രണ്ടാമത് രണ്ട് ആസ്പെക്റ്റുകൾ വേർതിരിക്കണം. ട്രാൻസാക്ഷൻ ക്യാഷ് ആയതുകൊണ്ട് ഒരു ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് വാങ്ങിച്ചത് ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടുമാണ്. ഇനി ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഞാൻ മൂന്നാമതായിട്ട് കൊടുത്തു പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. രണ്ട് കാരണങ്ങളാണ് അതിന് ഞാൻ പറഞ്ഞത്. ഒരു കാരണം വെച്ചാലും രണ്ട് കാരണം വെച്ചാലും അത് ഡെബിറ്റ് തന്നെയാണ്. ഒന്ന്, പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്ന അസറ്റ് കൂടുന്നു, അതുകൊണ്ട് സ്റ്റോക്ക് എന്ന അസറ്റ് കൂടുന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ പർച്ചേസ് എന്നത് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതുതായിട്ടൊരു എക്സ്പെൻസ് വരുന്നു, അതുകൊണ്ട് ആ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എങ്ങനെ വന്നാലും പർച്ചേസ് എന്നുള്ളതിന് ഡെബിറ്റ് ചെയ്യാൻ രണ്ട് കാരണം വെച്ച് നോക്കിയാലും കറക്റ്റാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. എന്താണ് കാരണം? ക്യാഷ് അസറ്റ് ആകുന്നു, അസറ്റ് കുറയുകയാണ്, അതുകൊണ്ട് ക്യാഷ് എന്ന അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസാക്ഷനെ നമുക്ക് ഈ ജേണൽ ബുക്കിലേക്ക് ജേണലൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റ് എഴുതുന്നു. എന്താ ഡെബിറ്റ് ആസ്പെക്റ്റ്? ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കണം. പർച്ചേസിൻ്റെ ഡേറ്റ്, ഈ ട്രാൻസാക്ഷൻ ഡേറ്റ് 3-ാം തീയതിയാണ്. എന്നിട്ട് ഡെബിറ്റ് ആസ്പെക്റ്റ് എഴുതുന്നു. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ, എമൗണ്ട് എഴുതുന്നു. പർച്ചേസസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് നേരെ കൊടുക്കേണ്ടത് 1000 ആണ്. 2 ക്രെഡിറ്റ് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാപ്പ് വിട്ടിട്ട് 2 എന്ന വാക്ക് കൊണ്ട് തുടങ്ങുക. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ഇത് നിർബന്ധമുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട സംഗതി എന്നല്ല, അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ച ഒരു സിസ്റ്റം നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2 എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് 1000. ഇനി നമ്മൾ നരേഷൻ കൊടുക്കുന്നു. എന്താ നരേഷൻ കൊടുക്കുക? ബീയിങ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ്, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇതാണ് ട്രാൻസാക്ഷൻ 3 ജേണലൈസ് ചെയ്യണത്. ഇനി തൊട്ടടുത്ത് തന്നെ നമ്മൾ പറയുകയാണ് ട്രാൻസാക്ഷൻ 4 എങ്ങനെ ജേണലൈസ് ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെ ജേണലൈസ് ചെയ്യും? ട്രാൻസാക്ഷൻ 4 പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനൂപ് ഫോർ ക്യാഷ് ₹3,400. അനൂപ് എന്ന ആളുടെ കയ്യിൽ നിന്നും 3400 രൂപ വില വരുന്ന ഗുഡ്സ് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു, ക്യാഷിന് വാങ്ങിച്ചു എന്ന്. അപ്പോൾ ക്യാഷിന് വാങ്ങിച്ചു എന്ന വാക്കുള്ളത് കൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ആസ്പെക്റ്റിൽ ഒരു ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആസ്പെക്റ്റ് വാങ്ങിച്ചത് ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസസ് അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി അതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം? പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. മുകളിൽ പറഞ്ഞ അതേ കാരണം തന്നെ സ്റ്റോക്ക് കൂടുന്നു, അതല്ലെങ്കിൽ പുതിയൊരു എക്സ്പെൻസ് ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാരണം ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം? ക്യാഷ് എന്ന അസറ്റ് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് ജേണലൈസ് ചെയ്താൽ മുകളിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. ദെൻ ഡേറ്റ് കൊടുക്കുന്നു 4. ഡെബിറ്റ് ആസ്പെക്റ്റ് പർച്ചേസസ് അക്കൗണ്ടാണ്. ഇപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ ₹3400. ക്രെഡിറ്റ് ആസ്പെക്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് 3400 രൂപ. നമ്മൾ നരേഷൻ കൊടുക്കുന്നു. എന്താ കൊടുക്കുക? പർച്ചേസ്ഡ് ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഇത്ര മാത്രം കൊടുത്താൽ മതി. കാരണം ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി ചിലർക്കൊരു സംശയമുണ്ടാകും, ഈ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനൂപ് എന്നില്ലേ, അപ്പോൾ അനൂപിന് അവിടെ പ്രാധാന്യം ഇല്ലേ എന്ന് ചോദിക്കും. ഇവിടെ അനൂപിന് പ്രാധാന്യമില്ല. കാരണം അനൂപിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു എന്ന് ട്രാൻസാക്ഷനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല, ക്യാഷിനും പർച്ചേസിനും മാത്രമേ പ്രാധാന്യം ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. അടുത്തതായി നമ്മൾ പ്രാക്ടീസ് 3-ലെ ട്രാൻസാക്ഷൻ 5-നെ കുറിച്ചാണ് പറയുന്നത്. സോൾഡ് ഗുഡ്സ് ടു സെല്ലിംഗ് ₹2,500.
2500 രൂപയുടെ ഗുഡ്സ് സലീമിന് വിറ്റു. ഇതാണ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ആസ്പെക്റ്റിൽ, ഒന്ന് സലീം അക്കൗണ്ടാണ്, മറ്റൊന്ന് സെയിൽസ് അക്കൗണ്ടാണ്. ദെൻ എന്തുകൊണ്ടാണ് സെയിൽസ് അക്കൗണ്ട് വന്നത്? ഗുഡ്സ് ആണ് വിറ്റത്. ഗുഡ്സ് വിറ്റാൽ സെയിൽസ് അക്കൗണ്ടാണ് ഒരു ആസ്പെക്ട്. വിറ്റത് കടത്തിനാണ്, വിറ്റത് സലീമിനാണ്. അതുകൊണ്ട് സലീമാണ് മറ്റൊരു ആസ്പെക്ട്. ഇനി ഇതിൽ ആരെ ഡെബിറ്റ് ചെയ്യണം, ആരെ ക്രെഡിറ്റ് ചെയ്യണം? സലീം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം സലീം എന്ന അസറ്റ്, സലീമിന് നമ്മൾ കടത്തിന് വിൽക്കുമ്പോൾ സലീം ഇങ്ങോട്ട് ക്യാഷ് തരാനാണ്. അതുകൊണ്ട് അസറ്റാണ് സലീം എന്ന ഡെപ്റ്റർ. നമുക്ക് അസറ്റ് കൂടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സലീം ഇസ് എ പേഴ്സണൽ അക്കൗണ്ട്. സലീം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ആക്ച്വലി ഡെബിറ്റ് ദി റിസീവർ എന്നാണ്. ആർക്കാണോ കിട്ടിയത് അയാളെ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ. ഈ രണ്ട് റൂൾ വെക്കുകയാണെങ്കിലും സലീമിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം സെയിൽസ് എന്ന ഇൻകം കൂടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് ജേണലൈസ് ചെയ്യാൻ പോവുകയാണ്. ഡേറ്റ് കോളത്തിൽ 5 എന്ന് കൊടുത്തു. ഡെബിറ്റ് ചെയ്യേണ്ടത് സലീം അക്കൗണ്ടിനെയാണ്. സോ സലീം അക്കൗണ്ട് ഡെറ്റ, ഈ എമൗണ്ട് 2500. ദെൻ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ടു സെയിൽസ് അക്കൗണ്ട്, ടു സെയിൽസ് അക്കൗണ്ട് റുപ്പീസ് 2500. എന്താ നരേഷൻ കൊടുക്കുക? സോൾഡ് ഗുഡ്സ് ടു സലീം. ഇതാണ് ട്രാൻസാക്ഷൻ 5 ജേണലൈസ് ചെയ്യേണ്ട രൂപം. തൊട്ട് താഴെ ട്രാൻസാക്ഷൻ 6, ബോട്ട് എ ടൈപ്പ്റൈറ്റർ ഫോർ ഫേർണിച്ചർ, ബോട്ട് എ ടൈപ്പ്റൈറ്റർ ഫോർ ഓഫീസ് യൂസ് റുപ്പീസ് 4500. 4500 രൂപ വില വരുന്ന ഒരു ടൈപ്പ്റൈറ്റർ വാങ്ങിച്ചു എന്നാണ്. ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തെ ആസ്പെക്ട് ടൈപ്പ്റൈറ്റർ അക്കൗണ്ട്. ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ടൈപ്പ്റൈറ്റർ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. കാരണം ടൈപ്പ്റൈറ്റർ അസറ്റാണ്, അസറ്റ് കൂടുന്നു. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം ക്യാഷ് അസറ്റാണ്, അത് കുറയുന്നു. ഓക്കെ, ദെൻ 6 എന്ന ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു. ആദ്യം ഡെബിറ്റ് ചെയ്യുന്ന ആസ്പെക്റ്റ് ടൈപ്പ്റൈറ്റർ അക്കൗണ്ട് ഡെറ്റ 4500 ടു ക്യാഷ് അക്കൗണ്ട് 4500. നരേഷൻ എന്ത് കൊടുക്കുക? ബോട്ട് ടൈപ്പ്റൈറ്റർ. ഇത്രയും മതി. ദെൻ അടുത്തത് 7ാമത്തതാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കരീം റുപ്പീസ് 900. കരീമിൻ്റെ കയ്യിൽ നിന്നും 900 രൂപ വില വരുന്ന ഗുഡ്സ് വാങ്ങിച്ചു. ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. രണ്ട് ആസ്പെക്റ്റിൽ, ഒന്ന് കരീം അക്കൗണ്ടാണ്, മറ്റൊന്ന് പർച്ചേസസ് അക്കൗണ്ടാണ്. ആരെ ഡെബിറ്റ് ചെയ്യണം? പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? 2 കാരണങ്ങൾ. ഒന്ന് സ്റ്റോക്ക് കൂടുന്നു, സ്റ്റോക്ക് അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. മറ്റൊന്ന് എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്നത് അത് പുതിയതായിട്ടൊരു എക്സ്പെൻസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള പർച്ചേസിന് എക്സ്പെൻസ് കൂടുകയാണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ കരീമിനെ ക്രെഡിറ്റ് ചെയ്തു. എന്താ കാരണം? കരീമിന് നമ്മൾ കരീമിൻ്റെ കയ്യിൽ നിന്നും കടത്തിന് സാധനം വാങ്ങുമ്പോൾ കരീമിന് അങ്ങോട്ട് ക്യാഷ് നമ്മൾ കൊടുക്കാനായി, അതുകൊണ്ട് ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അതല്ല, പേഴ്സണൽ അക്കൗണ്ടിൻ്റെ നിയമം വെച്ചുകൊണ്ട് നമ്മൾ കരീമിനെ പരിഗണിക്കുമ്പോൾ കരീം നമുക്ക് നൽകിയ ആളാണ്. ക്രെഡിറ്റ് ദി ഗിവർ എന്നാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റോള്. നൽകിയ ആളെ, തന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസാക്ഷനെ നമ്മൾ ജേണൽ ബുക്കിൽ ജേണലൈസ് ചെയ്യുമ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ ആദ്യം ഡെബിറ്റ് ചെയ്യണം. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ റുപ്പീസ് 900 ടു കരീം അക്കൗണ്ട്, ടു കരീം അക്കൗണ്ട്. കരീം അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്താ നരേഷനിൽ കൊടുക്കുക?
കരീം അക്കൗണ്ട്, കരീമിൽ നിന്നും പർച്ചേസ് ചെയ്തു എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രം കൊടുക്കാം, ഒരു കോപ്പി. ഇത്രയാണ് 7ാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലൈസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ 8ാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലൈസ് ചെയ്യാൻ പോകുകയാണ്. എന്താണ് 8ാമത്തെ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഫേർണിച്ചർ ഫ്രം ഫേർണിച്ചർ മാർട്ട് ₹5,600. 5,600 രൂപ വില വരുന്ന ഫേർണിച്ചർ മാർട്ട് എന്ന സ്ഥാപനത്തിൽ നിന്നും വാങ്ങിച്ചു. ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഒരു ആസ്പെക്റ്റ് ഫേർണിച്ചർ മാർട്ട് അക്കൗണ്ടാണ്, രണ്ടാമത്തെ ആസ്പെക്റ്റ് ഫേർണിച്ചർ അക്കൗണ്ടാണ്. ഇനി ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം? ഫേർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. എന്താ കാരണം? ഫേർണിച്ചർ അസറ്റാണ്, അസറ്റ് കൂടുകയാണ്, അതുകൊണ്ട് ഫേർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത് ആരെ ക്രെഡിറ്റ് ചെയ്യണം? ഫേർണിച്ചർ മാർട്ട് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താണ്? നൽകിയ ആള്, ക്രെഡിറ്റ് ദി ഗിവർ, നൽകിയ ആള് ഫേർണിച്ചർ മാർട്ടാണ്, അതുകൊണ്ട് അയാളെ ക്രെഡിറ്റ് ചെയ്യണം. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ തന്ന ആള് അയാൾ കടത്തിന് തന്നതാണ്, അതുകൊണ്ട് ക്യാഷ് തിരിച്ച് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ലയബിലിറ്റി ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് എഴുതുകയാണെങ്കിൽ, ഈ ഒരു ജേർണൽ ബുക്കിലേക്ക് എഴുതുകയാണെങ്കിൽ, ജേർണലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് തരാ? ആദ്യം ഡെബിറ്റ് ആസ്പെക്റ്റ് ഫേർണിച്ചർ അക്കൗണ്ട് ഡെറ്റ ₹5,600 ടു ഫേർണിച്ചർ മാർട്ട് അക്കൗണ്ട് 5,600. നമ്മൾ കൊടുക്കുന്ന നരേഷൻ പർച്ചേസ്ഡ് ഫേർണിച്ചർ എന്ന് മാത്രം കൊടുത്താൽ മതി. വേണമെങ്കിൽ ഫ്രം എന്ന് എഴുതിയിട്ട് ആ സ്ഥാപനത്തിൻ്റെ പേരും ഇറ്റ്സ് നോട്ട് കമ്പൽസറി, ഫേർണിച്ചർ മാർട്ട്. ഇത്രയാണ് 8ാമത്തെ ട്രാൻസാക്ഷനിൽ നമ്മൾ ജേർണലൈസ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിൻ്റെ 9ാമത്തെ ട്രാൻസാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പെയ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ബില്ല് ₹340. 340 രൂപ ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടി നമ്മൾ അടച്ചു. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ആണ്. ഇതിൽ ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്താ കാരണം? ഇതൊരു എക്സ്പെൻസ് ആണ്, പുതിയൊരു എക്സ്പെൻസ് ഉണ്ടായി. ആരെ ക്രെഡിറ്റ് ചെയ്യുന്നു? ക്യാഷ് അക്കൗണ്ടിന്. എന്താ കാരണം? ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ജേർണലൈസ് ചെയ്യുമ്പോൾ ഡേറ്റ് കോളത്തിൽ 9 ഡേറ്റ് ഇട്ടു, അതിനുശേഷം ഇലക്ട്രിസിറ്റി ചാർജസ്, ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെറ്റ 340 രൂപ. ക്രെഡിറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ടു എന്ന് എഴുതിയിട്ട് ടു ക്യാഷ് അക്കൗണ്ട് 340 രൂപ. നരേഷൻ എന്താ കൊടുക്കുക? പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജസ്. ഓക്കെ അല്ലേ? ഇനി 10ാമത് പർച്ചേസ്ഡ് സ്റ്റേഷനറി ആർട്ടിക്കിൾസ് ₹150. 150 രൂപയുടെ സ്റ്റേഷനറി ആർട്ടിക്കിൾസ് പർച്ചേസ് ചെയ്തു. ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് സ്റ്റേഷനറി അക്കൗണ്ട് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്റ്റേഷനറി അക്കൗണ്ട് എന്ന ആസ്പെക്റ്റ് പരിഗണിച്ചത്? പർച്ചേസ്ഡ് എന്ന വാക്കിന് ശേഷം വാങ്ങിച്ച വസ്തുവിൻ്റെ പേര് തന്നു. ഗുഡ്സ് ആയിരുന്നു എങ്കിൽ നമ്മൾ സ്റ്റേഷനറിക്ക് പകരം പർച്ചേസസ് അക്കൗണ്ട് എന്നാണ് കൊടുക്കുക. എന്നാൽ ഇവിടെ ഗുഡ്സിന് പകരം സ്റ്റേഷനറി എന്ന വസ്തുവിൻ്റെ പേര് തന്നു, അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനറി എന്നാണ് നമ്മൾ ആസ്പെക്റ്റ് ആയിട്ട് പരിഗണിക്കുക. ഇതിൽ സ്റ്റേഷനറി അക്കൗണ്ട് ആണ് ഡെബിറ്റ്. കാരണം എന്താ? ഒരു എക്സ്പെൻസ് ഉണ്ടായി, സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഉണ്ടായി. ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട് ആണ്. കാരണം എന്താ? ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10ാം തീയതി നമ്മൾ എങ്ങനെ ജേർണലൈസ് ചെയ്യും? ജേർണൽ ബുക്കിൻ്റെ ആദ്യം നമ്മൾ 10 എന്ന ഡേറ്റ് ഇട്ടതിന് ശേഷം
ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് സ്റ്റേഷനറി അക്കൗണ്ട് കൊടുക്കും. സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ₹150. ക്രെഡിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് 150. പർച്ചേസ്ഡ് സ്റ്റേഷനറി ഐറ്റംസ് അതല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ന് കൊടുക്കാം. അതിനുശേഷം 11-ാം തീയതി പെയ്ഡ് ടെലിഫോൺ ചാർജ് ₹390. ടെലിഫോൺ ചാർജ് ₹390 അടച്ചു എന്ന്. ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. രണ്ട് ആസ്പെക്റ്റിൽ, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് ടെലിഫോൺ ചാർജ് അക്കൗണ്ട് ആണ്. ടെലിഫോൺ ചാർജ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, കാരണം എക്സ്പെൻസ് പുതുതായിട്ടുണ്ടായി. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, കാരണം ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 11-നെ ജേർണലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുക്കേണ്ടത് ടെലിഫോൺ ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് 390 ടു ക്രെഡിറ്റിൽ ക്യാഷ് അക്കൗണ്ട് 390. ദെൻ നരേഷൻ പെയ്ഡ് ടെലിഫോൺ ചാർജ്. ഓക്കെ. ഇനി നമ്മൾ 12-ാമത് സോൾഡ് ഗുഡ്സ് ടു മധു ₹1750. 1750 ഗുഡ്സ് മധുവിന് വിറ്റു എന്നാണ്. ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ഒരു ആസ്പെക്റ്റ് മധു അക്കൗണ്ട് ആണ്, രണ്ടാമത്തത് സെയിൽസ് അക്കൗണ്ട് ആണ്. ആരെ ഡെബിറ്റ് ചെയ്യണം? മധു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം ഗുഡ്സ് കിട്ടിയ ആള് റിസീവർ, ഡെബിറ്റ് ചെയ്ത് റിസീവർ എന്നാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. അതുകൊണ്ട് മധുവിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് ഡെബിറ്റ് ചെയ്ത് റിസീവർ എന്നാണ്. ദെൻ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു, കാരണം സെയിൽസ് എന്ന പുതിയ ഒരു ഇൻകം ഉണ്ടായി, അല്ലെങ്കിൽ ഉള്ള ഒരു ഇൻകം കൂടി. അതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. ദെൻ നമ്മൾ ജേർണലൈസ് ചെയ്യുന്നു. ഡെബിറ്റിൽ മധു അക്കൗണ്ട് ഡെറ്റ 1750. ക്രെഡിറ്റിൽ ടു സെയിൽസ് അക്കൗണ്ട് 1750. എന്താ നരേഷൻ കൊടുക്കുക? സോൾഡ് ഗുഡ്സ് ടു ഓക്കെ അല്ലേ? ഇതാണ് 12-ന്റെ ജേർണൽ. ഇനി നമ്മൾ 13-ാമത് അടുത്ത ഒരു ഭാഗം പറയാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1500. 1500 ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു ഫോർ ക്യാഷ് എടുത്തു. അപ്പോൾ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട് ആണ്, മറ്റൊരു ആസ്പെക്ട് പർച്ചേസസ് അക്കൗണ്ട് ആണ്. ഏതിനെ ഡെബിറ്റ് ചെയ്യണം? പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താ? സ്റ്റോക്ക് കൂടി, അതല്ലെങ്കിൽ ചെലവ് കൂടി. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട്? ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ജേർണലൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എമൗണ്ട് 1500. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് 1500. ദെൻ നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ്. ഓക്കെ. 14 വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും പിൻവലിച്ചു എന്നാണ്. ബാങ്കിൽ നിന്നും എന്ത് പിൻവലിച്ചു? 700 രൂപ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ, രണ്ട് ആസ്പെക്റ്റിൽ, ഒരു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തത് ബാങ്ക് അക്കൗണ്ട്. ഏതിനെ ഡെബിറ്റ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിനെ. കാരണം എന്താ? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം ക്യാഷ് എന്ന അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു. ബാങ്കിൽ നിന്നും പിൻവലിച്ചപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി. ആ ക്യാഷ് ബാങ്കിൽ നിന്നും കുറഞ്ഞ കാരണം കൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. കാരണം ബാങ്കിലുള്ള അസറ്റ്, ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു. ഓക്കെ. അപ്പോൾ ജേർണലൈസ് ചെയ്യുമ്പോൾ 14 ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു 700 രൂപ. ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്തു. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് 700 രൂപ. ദെൻ
എന്താ കൊടുക്കുക? നരേഷൻ വിഡ്രോൺ ഫ്രം ബാങ്ക് അക്കൗണ്ട്. അത്ര മാത്രം കൊടുത്താൽ മതി. നരേഷൻ 15-ാം തീയതി വിഡ്രോൺ ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ₹2000. ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി 2000 രൂപ പിൻവലിച്ചു. പിൻവലിച്ചത് മുതലാളി കൈകാര്യം, അയാൾക്ക് പേഴ്സണൽ ആവശ്യത്തിന് പിൻവലിക്കാൻ പറ്റുള്ളൂ. സോ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. 2 ആസ്പെക്റ്റിൽ ഒരു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടും രണ്ടാമത്തത് ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. ഇനി ആരെ ഡെബിറ്റ് ചെയ്യണം? ഉടമസ്ഥൻ പിൻവലിച്ചാൽ അത് കാണിക്കേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന പേരിലാണ്. ഡെബിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഒന്ന് ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ പിൻവലിച്ചതാണ്, അത് തിരിച്ചു ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് തരാനുള്ളതാണ്. അതുകൊണ്ട് അസറ്റായിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ അസറ്റ് കൂടുന്നു. അതല്ലെങ്കിൽ ഡെബിറ്റ് ദി റിസീവർ എന്ന പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള് പ്രകാരവും നമുക്ക് ആരെ പരിഗണിക്കാം? ഡ്രോയിങ്സിനെ പരിഗണിക്കാം. അങ്ങനെ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. നമ്മൾ ജേർണലൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്യുക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റ ₹2000 ടു ക്യാഷ് അക്കൗണ്ട് 2000. നരേഷൻ വിഡ്രോൺ ഫ്രം ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചു. വേണമെങ്കിൽ പേഴ്സണൽ യൂസ് എന്ന് എഴുതാൻ നിർബന്ധമില്ല. കാരണം ഡ്രോയിങ്സ് കാണുമ്പോൾ ആര് പിൻവലിച്ചു എന്നിവിടുന്ന് വ്യക്തമാണ്. ഓക്കെ. ഇനി അടുത്തത് 16-ാമത്തേതും 17-ാമത്തെയും ക്വസ്റ്റ്യൻ ഒരുമിച്ച് എഴുതിയതാണ്. പെയ്ഡ് സാലറി ₹700, പെയ്ഡ് ഓഫീസ് റെന്റ് ₹1200. 1200 രൂപ റെന്റും 700 രൂപ സാലറിയും കൊടുത്തു എന്നാണ്. 2 ട്രാൻസാക്ഷനും ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഞാൻ കോമ്പൗണ്ട് ആയിട്ടാണ് ജേർണലിൽ എഴുതാൻ പോകുന്നത്. കോമ്പൗണ്ട് ജേർണൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്യുമ്പോൾ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഒന്നിൽ കൂടുതൽ ആസ്പെക്റ്റുകളെ ജേർണലൈസ് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന ജേർണലുകളെയാണെന്ന് പറയാം കോമ്പൗണ്ട് ജേർണൽ എന്ന് പറയാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ആസ്പെക്റ്റുകൾ 3 ഉണ്ടാകും. കാരണം സാലറി കൊടുത്തിട്ടുണ്ട്, റെന്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാലറി അക്കൗണ്ട് ഒരു ആസ്പെക്റ്റ് ആണ്, റെന്റ് അക്കൗണ്ട് മറ്റൊരു ആസ്പെക്റ്റ് ആണ്. ഇതെല്ലാം കൊടുത്തത് പോയി ക്യാഷ് ആയിട്ടായതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് മറ്റൊരു ആസ്പെക്ട്. അപ്പൊ തന്നെ ഇതിൽ ഒന്നുകിൽ 2 ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടാകാം, അതല്ലെങ്കിൽ 2 ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാകാം. പക്ഷെ ഇവിടെ പറയുന്നു ഡെബിറ്റ് ആസ്പെക്റ്റ് ആയിട്ട് 2 ഉണ്ട്. ഒന്ന് സാലറി അക്കൗണ്ടും മറ്റൊന്ന് റെന്റ് അക്കൗണ്ടുമാണ്. എന്തുകൊണ്ടാണ് സാലറി അക്കൗണ്ടിനെയും റെന്റ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യാൻ കാരണം? സാലറിയും റെന്റും എക്സ്പെൻസ് ആണ്, പുതിയൊരു എക്സ്പെൻസ് ഉണ്ടായി. ആ കാരണം കൊണ്ട് 2നെയും ഡെബിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം? ഈ സാലറിയും റെന്റും ക്യാഷ് കൊടുത്തപ്പോൾ ആ അസറ്റ്, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ജേർണലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ജേർണലൈസ് ചെയ്യും? ഞാൻ ഡേറ്റ് നിങ്ങൾ ഒന്നുകിൽ 16 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 17 എന്ന് കൊടുക്കാം. ഓക്കെ. ഞാനിവിടെ 16 എന്നാണ് കൊടുക്കുന്നത്. എങ്ങനെ ജേർണലൈസ് ചെയ്യുന്നു? സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക ₹700. അതേപോലെ റെന്റ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യുക ₹1200. ആരെ ക്രെഡിറ്റ് ചെയ്യുക? ടു ക്യാഷ് അക്കൗണ്ട്. ഇങ്ങനെ കോമ്പൗണ്ട് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കോമ്പൗണ്ട് ആയിട്ടുള്ള മുഴുവൻ എമൗണ്ടുകളെ കൂട്ടിയിട്ട് വേണം ഓപ്പോസിറ്റിലേക്ക് നമ്മൾ എമൗണ്ട് കൊടുക്കാൻ. ഏകദേശം 1900 രൂപ. നരേഷൻ എന്താ കൊടുക്കുക? സാലറി റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. ക്യാഷിന് വാങ്ങില്ല, സാലറി റെന്റ് പെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രാക്ടീസ് 3ന്റെ ട്രാൻസാക്ഷൻസും അത് എങ്ങനെ ജേർണലൈസ് ചെയ്യണം.